ഇത് ചുമന്ന റാഡിഷാണ്. ഇത് UK-യിൽ നിന്ന് മക്കൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. കാരറ്റാണെന്ന് ധരിച്ചാണ് ഞാൻ നട്ടത്. കാരറ്റായിരിക്കും എന്നോർത്തകത്ത് വളർന്നു വന്നപ്പോൾ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ പറിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി കാരറ്റും അല്ല ബീട്രൂട്ടും അല്ല, ഇത് റാഡിഷാണ്. നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് റാഡിഷ് നീളത്തിലുള്ളതാണ്, വെള്ള കളറുമാണ്. ഇത് നല്ല ചുവപ്പ് കളറിലാണ് ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, സാമ്പാറിലോ അവിയലോ ഒക്കെ ഉപയോഗിക്കാം. കറി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അരിയാണ് കൊണ്ടുവന്നത്. ഇതിൻ്റെ സീഡ് ഉണ്ടാകുമെന്ന് തോന്നുന്നു, പൂത്ത് വെപ്പുണ്ട്. ഇത് പൊഴിഞ്ഞു പോകാതെ സീഡായെങ്കിൽ നമുക്ക് വീണ്ടും നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. ഏതായാലും നമുക്ക് പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ വിഷരഹിതമായ പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇതിന് ഇതുവരെയായിട്ടും മരുന്നൊന്നും അടിച്ചിട്ടില്ല, വളവും ഇട്ടിട്ടില്ല. അതിൽ നിന്ന് പറിച്ചു വെച്ച ചെറിയ തൈകളാണ്. ഇതും ഉണ്ടായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും കൃഷിയിൽ അല്പം ശ്രദ്ധിച്ചാൽ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതും UK-യിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെടിയാണ്. നല്ല സുഗന്ധമുണ്ട് ഇതിൻ്റെ ഇലയ്ക്ക്. നമ്മുടെ റോസ്മേരിയൊക്കെ പോലെ അല്ലെ പുതിനയൊക്കെ പോലെ നല്ല സ്മെല്ലുള്ളതാണ്. ഈ ചെടി എന്താണെന്നറിയാവുന്നവരുണ്ടെങ്കിൽ ഇതാണ് ചെടി. ചെറിയ ഇലയാണ്. ഇത് നല്ല സുഗന്ധമുണ്ട്. മല്ലിയില പോലെ അല്ലെങ്കിൽ പുതിന ഇല പോലെ സ്മെല്ലുള്ളതാണ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് മുയൽച്ചെവിയനാണ്. ടോൺസിലൈറ്റിസിനൊക്കെ ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധ ചെടിയാണ്. ഏലവും കുരുമുളകും മാത്രം നട്ടുപിടിപ്പിക്കാതെ കുറേ മരുന്ന് ചെടികളും ഫലവൃക്ഷങ്ങളും ഒക്കെ നല്ലതാണ്. 2 മാസം വെച്ചാണ് സ്ട്രോബെറി. ഇതിൻ്റെ സ്ട്രോബെറിയുടെ പഴം ഉണ്ടായിട്ടുണ്ട്. 2 ഉണ്ട് ഇപ്പം കിട്ടിയത്. സ്ട്രോബെറി നല്ലപോലെ പഴുത്തിട്ടുണ്ട്. നോക്കാം എങ്ങനെയുണ്ട്, മധുരം എങ്ങനെയുണ്ട് നോക്കട്ടെ. നല്ലതാണ്, നല്ല മധുരമുള്ളതാണ്.